വിൽപ്പനയിലെ എട്ടാമത്തെ ഒരു കോമൺ ബിലീഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് പീപ്പിൾ നീഡ് ടു ബി പുഷി. അതായത് ഒരു വിൽപ്പന എന്ന് പറയുന്നത് നമ്മൾ പ്രോഡക്ട്സ് മാത്രം പുഷ് ചെയ്ത് കൊടുക്കുന്ന ഒരു സെയിൽസ്മാൻ ആവുക എന്നുള്ളതല്ല. അതായത് ഒരു സെയിൽസ്മാൻ എന്ന് പറയുന്നത് പ്രോഡക്റ്റോ സർവീസോ പുഷ് ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറുക എന്നുള്ളതല്ല. അപ്പം പ്രോഡക്ട്സ് പുഷ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടൊരു സെയിൽസ്മാൻ മാറിയാലുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധങ്ങളിൽ അത് വിള്ളലുകൾ ഉണ്ടാക്കും. അപ്പോൾ ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കുക എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതിന് ഉത്തരം എന്ന് പറയുന്നത് ഏൻഷ്യൻ ചൈനയിൽ തന്നെ ഒരു പ്രിൻസിപ്പിളുണ്ട്, സോഫ്റ്റ് പവർ എന്ന് പറയും. അതായത് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ട്രസ്റ്റ് ബിൽഡിങ്ങിലാവണം. അതായത് ഒരു കസ്റ്റമറുമായിട്ട് ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക, അവർക്ക് നമ്മൾ വാല്യൂസ് കൊടുക്കുക. അപ്പോൾ കസ്റ്റമറുമായിട്ട് ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നു, അവർക്ക് നമ്മളെ പ്രോഡക്ട്സ് സർവീസിലൂടെ നമുക്ക് വാല്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ബന്ധങ്ങളിലൂടെയും മൂല്യങ്ങൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിലൂടെയും ആ കസ്റ്റമറുമായിട്ട് നമുക്കൊരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള റിലേഷൻഷിപ്പ് സ്ഥാപിച്ചെടുക്കുവാനായിട്ട് കഴിയും. അപ്പം പ്രോഡക്ട്സ് പുഷ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന അല്ലെ പ്രോഡക്ട്സ് ആളുകളിലേക്ക് പമ്പ് ചെയ്യുന്ന ഒരു സെയിൽസ്മാൻ അപ്പുറത്തോട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കാനിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുമ്പോൾ കസ്റ്റമർ നമ്മൾക്ക് ഒരു എവർഗ്രീൻ കസ്റ്റമർ ആവും, ഒരു ലൈഫ് ടൈം കസ്റ്റമർ ആവും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നെറ്റ്വർക്കിലുള്ള മുഴുവൻ ആളുകളെയും നമ്മളുടെ ആ പറയുന്ന ബ്രാൻഡോ നമ്മുടെ ആ പറയുന്ന ഷോപ്പ് അല്ലെങ്കിൽ നമ്മുടെ ആ പറയുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുവരും. അപ്പം ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അവർ ആവശ്യപ്പെടുന്ന കാര്യമെന്ന് പറയുന്നത് ഒരിക്കലും പ്രോഡക്ട്സോ സർവീസോ പുഷ് ചെയ്യുന്ന ഒരു സെയിൽസ്മാനെ അല്ല. അവരാഗ്രഹിക്കുന്നത് അവരോട് ദീർഘകാലം ബന്ധം സ്ഥാപിക്കുന്ന, അവരുടെ വാല്യൂ സിസ്റ്റങ്ങളുമായിട്ട് യോജിച്ചു പോകുന്ന, കോൺവെർസേഷൻ പുലർത്തുന്ന ഒരു സെയിൽസ്മാനെ. അപ്പം എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ പറയുന്ന സോഫ്റ്റ് പവർ എന്ന് പറയുന്നൊരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുക. ഏൻഷ്യൻ ചൈനയിൽ ഉത്ഭവിച്ചിട്ടുള്ള സോഫ്റ്റ് പവർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിൽഡിംഗ് റിലേഷൻഷിപ്പ്, ബിൽഡിംഗ് ട്രസ്റ്റ് ആൻഡ് ഓൾസോ ഗിവിങ് ഔട്ട് ദ മോസ്റ്റ് വാല്യൂ ടു ദ കസ്റ്റമർ എന്നുള്ളത്. അപ്പോൾ കസ്റ്റമർക്ക് എന്താ കൊടുക്കേണ്ടത്? ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, വാല്യൂ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അവർ നമുക്ക് എന്ത് തരും? ഒരു ദീർഘകാല കസ്റ്റമറായിട്ടും അവരുടെ നെറ്റ്വർക്കും നമ്മളിലേക്ക് തരും.